സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ DA സന്ദേശം ലഭിച്ചതിൽ ഒരു ഡാറ്റ ചോർച്ച ആരോപിക്കുന്നുണ്ട് NGO അസോസിയേഷൻ. അവർ നടപടിക്ക് അവരെ നിയമം വരട്ടെ, നടപടി. പണ്ടൊരു ഡാറ്റ ചോർച്ച ഉണ്ടായല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദേശം എല്ലാവരും കിട്ടുന്നില്ലേ? കിട്ടിയിട്ടുണ്ടോ? എത്ര സന്ദേശം കിട്ടിയിട്ടുണ്ട്? എന്തേ കോൺഗ്രസിൻ്റെ സംഘടന പ്രധാനമന്ത്രിയുടെ സന്ദേശം കിട്ടുമ്പോൾ ഡാറ്റ ചോർച്ചയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കുകയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സന്ദേശം കിട്ടുമ്പോൾ ഡാറ്റ ചോർച്ചയെക്കുറിച്ച് വല്ലാതെ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്ര BJPയുടെ ഭാഗമാണോ? BJP ചോർത്തി എന്ന് ആരോപണം ഉന്നയിക്കുക, ഡാറ്റ മുഴുവൻ BJP എടുത്താൽ സന്തോഷം, ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളതാണല്ലോ എന്നൊരു മുൻകൂട്ടിയുള്ള നിക്ഷേപമാണോ? അതാണ് ആദ്യം നോക്കേണ്ട ഒരു ഭാഗം എന്നുള്ളത്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മത്സരത്തിന് തൊട്ട് മുൻപ് സ്റ്റേഡിയം തുറന്നു നൽകാതിരിക്കുക, അമിതമായ തുക ചോദിക്കുക, പത്രസമ്മേളനം നടത്തി 2 ലക്ഷം രൂപ എന്ന് പറയുന്നു. പിന്നീട് ഒരു ദിവസം മാത്രം ശേഷിക്ക് 4,20,000 ആക്കി ആ തുക വർദ്ധിപ്പിക്കുക. ഇപ്പോൾ കേരളത്തിലെ ഒരു ഫുട്ബോൾ ടീം വലിയ ആരാധക പിന്തുണയുണ്ട്. ആ ടീമിനെ കേരളത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്ന സമീപനമാണ് GCയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനമായിരുന്നു. അല്ല, GCD തുടക്കത്തിൽ സമീപനം സ്വീകരിച്ചു. എൻ്റെ മുൻപിൽ ഇന്നലെയാണ് വന്നത്. അവർ ശ്രദ്ധപ്പെടുത്തി. അപ്പം തന്നെ ഞാൻ ബന്ധപ്പെട്ടവരായിട്ട് സംസാരിച്ചിരുന്നു. GCD ചെയർമാൻ ഉൾപ്പെടെ എന്തായാലും മത്സരം നടക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ്. ഞാൻ സംസാരിച്ചപ്പോൾ GCDയെ ഇത് കൊടുക്കില്ല എന്നുള്ളതല്ല, എങ്ങനെ വന്നാലും ആ പ്രതിസന്ധി മറികടന്ന് ചിലപ്പോൾ സാങ്കേതികത്തൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറയുമല്ലോ, അത് സംബന്ധിച്ച് മത്സരം എന്തായാലും നടക്കണം എന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചപ്പോൾ അതിനേക്കാൾ ശക്തമായിട്ടാണ് GCD ചെയർമാനും അഭിപ്രായം പങ്കുവച്ചത്. അവരപ്പം തന്നെ തീരുമാനമെടുത്തു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇതെല്ലാം ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കളിക്ക് ശേഷം ചർച്ച ചെയ്തിട്ട് ധാരണയോട് പോവുക. ബ്ലാസ്റ്റേഴ്സുമായി സംബന്ധിച്ചു, GCDയെ സംബന്ധിച്ചു. എന്തായാലും നമ്മുടെ കേരളത്തിനോടൊപ്പമുള്ള ടീമാണല്ലോ, അവർക്ക് ആവശ്യമായ പിന്തുണ നൽകണം. GCDയുടെ പൊതുവായ മാനദണ്ഡം എല്ലാവർക്കും ആവശ്യമായി നമുക്ക് സംരക്ഷിക്കുകയും വേണം. എന്തായാലും നല്ല രീതിയിൽ ഇന്ന് കളി എല്ലാവരും ആസ്വദിക്കുകയാണ്.